അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അറഫ സംഗമമാണ്. ഈ അറഫ സംഗമത്തിൽ പ്രിയങ്കരനായ അഷ്റഫ് വെങ്ങാട്ട് ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആനന്ദ നിർവൃതിയിൽ വിശ്വാസി ലക്ഷങ്ങൾ അറഫ സംഗമം ഇന്ന് എന്ന തലക്കെട്ടിലാണ് പ്രിയപ്പെട്ട അഷ്റഫ് വെങ്ങാട്ട് എഴുതിയിട്ടുള്ളത്. മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി അറഫ. ഹജ്ജിൻ്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ജീവിതത്തിൻ്റെ പരമമായ സ്വപ്നം സാഫല്യമാകുന്ന ആനന്ദ നിർവൃതിയിൽ വിശ്വാസി ലക്ഷങ്ങൾ ഇന്ന് അറഫയിൽ സംഗമിക്കും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന പവിത്ര മന്ത്രങ്ങളാൽ അറഫയുടെ മണ്ണും ആകാശവും ശുഭമായ മനസ്സും വസ്ത്രവുമായി വന്നണയുന്ന തീർത്ഥാടകരെ വരവേൽക്കും. കത്തുന്ന സൂര്യനു താഴെ ആത്മീയ ശക്തിയുടെ കരുത്തിൽ വിശ്വാസി ലക്ഷങ്ങൾ നാഥന് മുന്നിൽ കരളുരുകി പ്രാർത്ഥിക്കും. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ജീവിത വിശുദ്ധി നേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കുന്നത്. വർഗ, വർണ്ണ, ദേശ, ഭാഷ വ്യത്യാസങ്ങളില്ലാതെ ആഗോള മുസ്ലിങ്ങൾ ഒത്തുചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിൽ അണിചേരാൻ തീർത്ഥാടകർ ഇന്ന് സുബഹി നിസ്കാരത്തോടെ മിനായിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. പുണ്യഭൂമിയിൽ അറഫ സംഗമത്തിൽ ജനലക്ഷങ്ങൾ അണിനിരക്കുമ്പോൾ ആഗോള മുസ്ലിം സമൂഹം അറഫ നോമ്പനുഷ്ഠിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തും. സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ബലിപെരുന്നാൾ. ലോക മുസ്ലിങ്ങളുടെ പരിച്ഛേദമായി അറഫയിൽ ഒത്തുകൂടുന്ന തീർത്ഥാടക ലക്ഷങ്ങളെയും ലോകമെമ്പാടുമുള്ള 150 കോടിയിലേറെ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അറഫ ഖുതുബ നിർവഹിക്കുന്നത് ഹറം ഖത്തീബും ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദാണ്. പ്രവാചക മാതൃക പിന്തുടർന്നുള്ള അറഫ പ്രസംഗത്തിലെ സന്ദേശങ്ങൾക്ക് മുസ്ലിം ലോകം വലിയ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കും. മലയാളം ഉൾപ്പെടെ 34 ഭാഷകളിൽ അറഫ പ്രഭാഷണം വിവർത്തനം ചെയ്യും. പ്രപഞ്ചനാഥനുമായുള്ള അളവറ്റ സ്തുതിവചനങ്ങളും പാപമോചനത്തിനുമായുള്ള പ്രാർത്ഥനകളും അലയടിച്ച് മിനാ താഴ്വര തർവീയത്ത് ദിനമായ ഇന്നലെ രാപ്പകൽ ആഗോള വിശ്വാസി ലക്ഷങ്ങളുടെ ആത്മസമർപ്പണത്തിൽ അലിഞ്ഞു ചേർന്നു. ശിഷ്ട ജീവിതത്തിൽ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാനും പിന്നിട്ട കാലം ചെയ്തുപോലെ പാപങ്ങൾക്ക് പശ്ചാത്താപം തേടിയും വാനിലേക്ക് കൈകൾ ഉയർത്തി അവർ കണ്ണീരൊഴുകി. മിനായിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് മഷായിൽ ട്രെയിനുകളിലും മുത്തവിഫിൻ്റെ ബസ്സുകളിലുമാണ് തീർത്ഥാടകർ സഞ്ചരിക്കുക. നിരവധി പേർ പുലർച്ചെ മുതൽ കാൽനടയായും അറഫയെ ലക്ഷ്യമാക്കി നീങ്ങും. ളുഹറിന് മുമ്പായി മുഴുവൻ തീർത്ഥാടകരും അറഫ മൈതാനിയിൽ എത്തിച്ചേരും. അറഫയിലെ മസ്ജിദുൻ നമിറയിൽ ളുഹർ നിസ്കാരത്തിന് മുമ്പായി അറഫ ഖുതുബ നടക്കും. തുടർന്ന് ളുഹർ അസർ നിസ്കാരങ്ങൾ 2 റക്അത്ത് വീതമാക്കി ഇമാമിനോടൊപ്പം ചുരുങ്ങി നിസ്കരിക്കും. പാപമോചന പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിട്ടും ഇന്ന് സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിൽ കഴിച്ചുകൂടും. സൗദി രാജാവിൻ്റെ വിശിഷ്ടാതിഥിയായി ഹജ്ജ് കർമ്മത്തിനെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഹജ്ജ് കർമ്മത്തിന് ഉണ്ട് എന്നുള്ളൊരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ കൂടി, ഒരു വലിയ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു സംഗമം കൂടി പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങൾ കൂടി ഈ സംഗമത്തിലുണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്കെല്ലാവർക്കുമുണ്ട്. ഏതായാലും ഈ അറഫ സംഗമത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനെത്തിയവരുടെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് കർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.